ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാർ യാത്രികരായ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. റോട്ടിൽ കയറാനൊക്കെ പോയതാ. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ വിഷ്ണു, ഇത് എപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഷ്ടിച്ചാണല്ലോ അവർ രക്ഷപ്പെടുന്നത്. വിഷ്ണു, ഉന്മേഷ, നടുക്കുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം എന്ന് മനസ്സിലാക്കുന്നു. മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് ഇത്തരത്തിൽ കാട്ടാന തമ്പടിച്ചു നിന്നത്. കാട്ടാനയെ കണ്ട് നാലംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറ് അതവർ ചവിട്ടി നിർത്തി. ഇതിന് പിന്നാലെയാണ് മറ്റൊരു കാട്ടാന ഇവരെ ആക്രമിക്കാനെത്തിയത്. പിന്നീട് അവർ കാറ് പിന്നോട്ടെടുത്തു. ഏറ്റവും അവസാനം ആ കാട്ടാന തന്നെ തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ അന്തർ സംസ്ഥാന പാതയിൽ ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വനത്തിനടുവിലൂടെ പോകുന്ന ഒരു റോഡ് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ പതിവാണ്. പക്ഷേ കുറച്ച് നാളുകളായി ഇത്തരം ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് വീണ്ടും കാട്ടാന ശല്യങ്ങൾ പല മേഖലകളായി വർദ്ധിച്ചു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. ഇപ്പൊ ഇന്ന് തന്നെ കുതിരാനിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ വടക്കഞ്ചേരി ഭാഗത്ത് ഇന്ന് കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ വ്യാപകമായി തൃശ്ശൂരിന്റെ മലയോര മേഖലകളിലൊക്കെ കാട്ടാന ശല്യം അതിരൂക്ഷമായി വരികയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ കാറിന് നേരെ കാട്ടാന ആക്രമിക്കാൻ ഓടിയെത്തിയ ദൃശ്യം സൂചിപ്പിക്കുന്നത്. ഉന്മേഷ്, ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിലാണ് കാട്ടാനയുടെ ആക്രമണം. കാർ യാത്രികരായ കുടുംബം രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കാണ്. കാട്ടാനയെ കണ്ട് കാർ നിർത്തിയ യാത്രികർക്ക് അടുത്തേക്ക് മറ്റൊരാനയാണ് പാഞ്ഞെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.